ഹായ്, ഞാൻ വന്നിരിക്കുന്നത് വെറും 3 ചേരുവ കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പരിപ്പോ തേങ്ങയോ അല്ലെങ്കിൽ അധികം പച്ചക്കറിയുടെ ആവശ്യമൊന്നുമില്ല. ഇപ്പം മീനും ചിക്കനും ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം ടേസ്റ്റോടെ തന്നെ നമുക്ക് ചോറ് കഴിക്കാനും പറ്റും. വെറും 5 മിനിറ്റ് മാത്രം മതി തയ്യാറാക്കി എടുക്കാനും. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3-4 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 വറ്റൽമുളകും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്ന വറ്റൽമുളകിന് അത്യാവശ്യം നല്ല എരിവുണ്ട്, അതുകൊണ്ടാണ് 2 എണ്ണം എടുത്തത്. പിന്നെ എനിക്ക് അത്രയ്ക്ക് എരിവും വേണ്ട. ഇപ്പം നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ 3-4 എണ്ണം വരെ എടുക്കാം. ഇനി ഞാൻ ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുളി ഒന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിടാം. ഇനി ഇതിലോട്ട് 1 കപ്പ് ചെറു ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചെറു ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പുളി പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും. അപ്പോൾ പുളി കുതിർന്ന് വരുമ്പോഴേക്ക് നമുക്ക് കടുകൊക്കെ ഒന്ന് താളിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ചേർക്കുമ്പോഴാണ് നാടൻ കറികൾക്കൊക്കെ ടേസ്റ്റ് കൂടുതൽ. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോഴേക്ക് നമുക്ക് 1 തണ്ട് കറിവേപ്പിലയും അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും വറ്റൽമുളകും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വറ്റൽമുളക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്താലും മതി, അല്ലെങ്കിൽ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഉള്ളി ഇല്ലെങ്കിൽ സവാള ചേർത്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. ഇനി ഉള്ളി ഒന്ന് ചെറുതായിട്ട് നിറം മാറി തുടങ്ങണം. തീ സിമ്മിലോ മീഡിയത്തിലോ ഇട്ടിട്ട് വേണം വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ബ്രൗൺ നിറമായിട്ടൊന്നും വരണ്ട, നന്നായിട്ട് മൊരിഞ്ഞും പോകരുത്. അപ്പോൾ കറിയുടെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. ഉള്ളിയുടെ നിറം മാറി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലോട്ട് പുളി പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറവാണ്. ഇപ്പോൾ വെള്ളം കുറച്ചും കൂടി ചേർക്കേണ്ടി വരും. ഞാൻ ഏകദേശം ഒരു 3 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം 1 കപ്പ് വെള്ളം ചേർക്കുക, എന്നിട്ട് ഉപ്പൊക്കെ ചേർത്തതിന് ശേഷം നോക്കുക പുളി കൂടുതലാണോ എന്ന്. എങ്കിൽ മാത്രം 1-2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. ആദ്യമേ 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കരുത്. അപ്പം ഞാനെടുത്ത വാളം പുളിക്ക് അത്യാവശ്യം നല്ല പുളിയാണ്, അതുകൊണ്ടാണ് 3 കപ്പോളം വെള്ളം പിന്നെയും ചേർക്കേണ്ടി വന്നത്. അപ്പോൾ ടേസ്റ്റ് നോക്കിയതിന് ശേഷം മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടി ഉപ്പ് ചേർക്കേണ്ടി വരും. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ടേസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 1 നുള്ള് ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ ശർക്കര ഇല്ലെങ്കിൽ 1 നുള്ള് പഞ്ചസാര ചേർത്താലും മതി. ഇപ്പോൾ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ ഇതിനെ പുളിവെള്ളം എന്നാണ് പറയുന്നത്. അമ്മ സമയമില്ലാത്ത ദിവസങ്ങളിൽ പെട്ടെന്ന് ഉണ്ടാക്കി തരുന്ന ഒരു കറിയായിരുന്നു. നല്ല ടേസ്റ്റാണ്. പൊരിച്ച മീനും കൂടെ ഉണ്ടെങ്കിൽ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എന്തായാലും ഈ സമയത്ത് പൊരിച്ച മീനൊന്നും കിട്ടാൻ പോണില്ല. ഇപ്പോൾ പൊരിച്ച മീൻ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം പുളിയും എരിവും ഒക്കെ ഉണ്ടോണ്ട് ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ എല്ലാ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.